മുൻ കേന്ദ്രമന്ത്രി വേദിയിലുണ്ട് എന്നുള്ള കാര്യം ജനങ്ങളുടെ ഇടയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊരു ചർച്ചയാക്കി മറ്റേ ഇഷ്യൂ മാറ്റുക എന്നുള്ളതിന് വേണ്ടി മാത്രമാണ്. അദ്ദേഹത്തിന് അവിടെ മരുമകൻ എന്നുള്ള മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്നുള്ള നിലയിൽ അവിടെ ഇരിക്കാൻ കഴിയാത്തതിൻ്റെ ഉള്ള നൈരാശ്യവും ആമർഷവും ദേഷ്യമൊക്കെയാണ്. വിഴിഞ്ഞം ഉദ്ഘാടന പരിപാടിയിൽ രാഷ്ട്രീയം കലർത്തിയത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു മന്ത്രിയാണ്. ഈ പ്രസംഗത്തിന് അവസാനം, അദ്ദേഹത്തിൻ്റെ സ്വത പ്രസംഗത്തിന് അവസാനം അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, LDF വരും, എല്ലാം ശരിയാവും. ഈ സമയത്ത് LDF വന്നതുകൊണ്ടാണ് ഇത് നടന്നത് എന്നുള്ള രീതിയിലൊരു പ്രചരണം കൊടുത്തതാണ് ഇതിൽ രാഷ്ട്രീയം കലരാനുള്ള കാരണം. ഒരു കോർപ്പറേറ്റ് മുതലാളി നമ്മുടെ ഈ സംസ്ഥാനത്തിൻ്റെ വികസനത്തിൻ്റെ പാർട്ണറാണ് ഒരു പ്രോജക്റ്റിൻ്റെ എന്ന് പറയുമ്പോൾ അതൊരു വലിയ മാറ്റമാണ്, ഒരു നിലപാടിൽ വന്നിട്ടുള്ള ഒരു മാറ്റമാണ്. സാർ നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ് ചെയ്യുന്ന വേദിയിൽ രാജീവ് ചന്ദ്രശേഖർ എത്തിയതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം. VD സതീശനും MV ഗോവിന്ദനും വേദിയിലില്ല. പ്രധാന പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇല്ലാത്ത സാഹചര്യത്തിൽ ഏറ്റവും ആദ്യം BJPയുടെ അധ്യക്ഷൻ എത്തിച്ചേരുന്നു. വേദിയിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. തുടർന്ന് അണികൾ മുദ്രാവാക്യം വിളിക്കുന്നു. ഇതിൽ ഒരു അനൗചിത്യം നിലനിൽക്കുന്നില്ലേ? ഒന്നുമില്ല. ഇതിലൊരു രാഷ്ട്രീയമായിട്ട് ഈ പ്രശ്നത്തെ ആദ്യമായി ഈ വിഴിഞ്ഞം ഉദ്ഘാടന പരിപാടിയിൽ രാഷ്ട്രീയം കലർത്തിയത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു മന്ത്രിയാണ്. ഈ പ്രസംഗത്തിന് അവസാനം, അദ്ദേഹത്തിൻ്റെ സ്വത പ്രസംഗത്തിന് അവസാനം അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, LDF വരും, എല്ലാം ശരിയാവും എന്നുള്ള രീതിയിൽ. അപ്പോൾ LDF വന്നാലേ ഇത് ശരിയാവുള്ളൂ എന്ന് പറയുമ്പോൾ അങ്ങനെയാണോ? ഒരു പ്രതിപക്ഷത്തിൻ്റെ MP ഉണ്ട്, പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കന്മാർ, നമ്മുടെ MLA ഉണ്ട്. ഈ സമയത്ത് LDF വന്നതുകൊണ്ടാണ് ഇത് നടന്നത് എന്നുള്ള രീതിയിലൊരു പ്രചരണം കൊടുത്തതാണ് ഇതിൽ രാഷ്ട്രീയം കലരാനുള്ള കാരണം. നരേന്ദ്രമോദി ഒരിക്കലും, ഇന്ത്യയുടെ ബഹുമാനായ പ്രധാനമന്ത്രി ഒരിക്കലും രാഷ്ട്രീയം പറഞ്ഞില്ല. ഇന്ത്യയിൽ ഉണ്ടാകുന്നൊരു മാറ്റം, ഒരു കോഓപ്പറേറ്റീവ് ഫെഡറലിസം, സംസ്ഥാനങ്ങളും കേന്ദ്രങ്ങളും എല്ലാവരും കൂടി കൊണ്ടുപോകും. നമ്മുടെ കോർപ്പറേറ്റുകളും ഇതുമായി സഹകരിച്ചെങ്കിൽ മാത്രമേ, ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ സഹകരിച്ചെങ്കിൽ മാത്രമേ വികസനം ഉണ്ടാക്കും. എല്ലാ കാര്യവും ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയില്ല. ഈ ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള NDA ഗവൺമെൻറ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളൊരു വലിയ മാറ്റം അദ്ദേഹം സൂചിപ്പിച്ചു. ഈ നമ്മുടെ സ്വാഗത പ്രാസംഗികൻ മന്ത്രി തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞങ്ങളുടെ പാർട്ണറാണ് അദാനി എന്നുള്ളത്. അപ്പോൾ ഒരു സ്വകാര്യ കോർപ്പറേറ്റ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പാർട്ണറാണെന്ന് പറയുമ്പോൾ അതൊരു വലിയ മാറ്റമാണ്. അവരുടെ ഇത്രയും കാലം മുതലാളിമാരെയൊക്കെ ഉന്മൂലനം ചെയ്യണം, തൊഴിലാളി ഐക്യത്തിൽ കൂടി മാത്രമേ, തൊഴിലാളികളുടെ പരമാധികാരത്തിൽ മാത്രമേ ഈ ലോകം മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് ചിന്തിച്ചിരുന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഒരു കോർപ്പറേറ്റ് മുതലാളി നമ്മുടെ ഈ സംസ്ഥാനത്തിൻ്റെ വികസനത്തിൻ്റെ പാർട്ണറാണ് ഒരു പ്രോജക്റ്റിൻ്റെ എന്ന് പറയുമ്പോൾ അതൊരു വലിയ മാറ്റമാണ്, ഒരു നിലപാടിൽ വന്നിട്ടുള്ള ഒരു മാറ്റമാണ്. അതാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. ഈ ഒരു മാറ്റം എല്ലായിടത്തും കാണുന്നുണ്ട്. കാശ്മീരിൽ തന്നെ ഫറൂഖ് അബ്ദുള്ളയും മുഫ്തി മുഹമ്മദ് ഒക്കെ വളരെ പറയുന്നുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനും തീവ്രവാദികൾക്കും എതിരായിട്ട് ഗവൺമെൻറ് നടപടി സ്വീകരിക്കണം, സൈന്യം നടപടി സ്വീകരിക്കണമെന്ന് പറയുന്ന ഒരു മാറ്റമാണ്. കാര്യം ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടിയിട്ടുള്ളൊരു നിലപാടാണ്. ഈ താൽക്കാലികമാണെങ്കിലും അതൊരു നിലപാടാണ്. അപ്പോൾ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പരമ്പരാഗതമായി എടുത്തുകൊണ്ടിരുന്ന ഒരു നിലപാടിൽ നിന്ന് ഒരു മാറ്റം വന്നിട്ടുണ്ട്. അത് സൂചകമാണ്. അതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. പിന്നെ വേദിയിലിരിക്കുക എന്നുള്ളത്, അതിപ്പോൾ രണ്ട് കാര്യമാണ് എനിക്കതിലൊന്ന് പറയാനുള്ളത്. ഈ കോർപ്പറേറ്റ് ചങ്ങാത്തും ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അവരുടെ സൈദ്ധാന്തികമായി ഒരു വലിയൊരു സംഘർഷം അവരുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ഈ അദാനിയെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഏറ്റവും ശക്തനായ ഒരു നെടുന്തൂണാണ് നമ്മുടെ CPM, പ്രത്യേകിച്ചും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിലൊരു വലിയ NDA സഖ്യം മുന്നോട്ട് കൊണ്ടുപോകുന്ന കോൺഗ്രസിന്, അതിൻ്റെ ഒരു MPയും ഒരു MLAയും ആ വേദിയിൽ ഉണ്ട്. അപ്പം ആ സമയത്ത് ഈ അണികളിടയിൽ ഒരു പ്രശ്നമുണ്ട്. സാധാരണ ഇത്തരത്തിൽ ഇവരുമായി ഒരു ചങ്ങാത്തത്തിലേക്ക് പോകുമ്പോൾ അത് തങ്ങൾ ഇത്രയും കാലം പിന്തുടർന്ന ഒരു നയത്തിന് വിരുദ്ധമാണ്, അത് ശരിയാണോ എന്നവരുടെ പാർട്ടി വേദികളിലെല്ലാം ഇത്തരം ഒരു ചർച്ച വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ അദാനി പാർട്ണറാണ്, നമ്മൾ വലിയ രീതിയിലുള്ള വാം വെൽക്കം ഒക്കെ പറയുമ്പോൾ എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുമ്പോൾ അദാനിയുടെ കഴിവുകൊണ്ടാണ് വിഴിഞ്ഞം ഉണ്ടായത് എന്നുകൂടി ഉറപ്പിക്കുമ്പോൾ അണികളിടയിൽ ഉണ്ടാകുന്നൊരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു പ്രതിഷേധം ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മരുമകൻ ഓഡിയൻസ് സദസ്സിലിരുന്നു കൊണ്ട് ഞങ്ങളിതാ ഇവിടെ തന്നെ ഉണ്ട്, മറ്റേ വേറെ BJPയുടെ
സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ളതല്ല, മുൻ കേന്ദ്രമന്ത്രി, ഒരു ജനപ്രതി, മുൻ കേന്ദ്രമന്ത്രി വേദിയിലുണ്ട് എന്നുള്ള കാര്യം ജനങ്ങളുടെ ഇടയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊരു ചർച്ചയാക്കി മറ്റേ ഇഷ്യൂ മാറ്റുക എന്നുള്ളതിന് വേണ്ടി മാത്രമാണ്. അദ്ദേഹത്തിന് അവിടെ മരുമകൻ എന്നുള്ള, മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്നുള്ള നിലയിൽ അവിടെ ഇരിക്കാൻ കഴിയാത്തതിൻ്റെ ഉള്ള നൈരാശ്യവും ആമർഷവും ദേഷ്യമൊക്കെയാണ്. അല്ലാതെ എന്താണ് ഇദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അദ്ദേഹം മന്ത്രിയായത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇന്നലെ അവിടെ ഇരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ വിഴിഞ്ഞം പോർട്ട് സന്ദർശിക്കാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ പോയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അദ്ദേഹത്തിൻ്റെ അമ്മായി അവിടെ പോയത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും എന്നുള്ള അർത്ഥത്തിലാണ്. ഇദ്ദേഹം അവിടെ വന്നിരുന്ന് ഈ മറ്റുള്ള ആളുകളെയൊക്കെ നിയന്ത്രിക്കുന്നതും കേരളത്തിലെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും മരുമകൻ എന്നുള്ള നിലയിലാണ്. അല്ലാതെ ഇദ്ദേഹത്തിനേക്കാൾ സീനിയറായിട്ടുള്ള മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലുള്ള എത്രയോ ആളുകൾ അവിടെ ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്. ഇദ്ദേഹത്തിനേക്കാൾ സീനിയറാണല്ലോ സംഷീർ മന്ത്രിയായിരുന്നില്ലല്ലോ, പിന്നല്ലേ സ്പീക്കറാക്കിയത്? എങ്ങനെയാണ് ആയെന്ന് എല്ലാവർക്കും അറിയാം. എന്ത് സമ്മർദ്ദത്തിൻ്റെ പേരിലാണ് എന്നുള്ള കാര്യമൊക്കെ അറിയാം. അപ്പോൾ അദ്ദേഹത്തിന് മന്ത്രിയാക്കുന്നതിന് മുമ്പ് കണ്ണൂർ ജില്ലയിൽ ഇദ്ദേഹത്തിന് മന്ത്രിയായതെങ്ങനെ? അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും അറിയാം. ഇതെല്ലാവരും ഈ അവരുടെ പാർട്ടി അണികളിലും ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം അതിനെ ഡൈവേർട്ട് ചെയ്ത് വിടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു എളിയ എന്ന് പറയാൻ പറ്റില്ല, വളരെ ബോധപൂർവമുള്ള ഒരു ശ്രമമാണ് ഇത് നടത്തിയിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന ഹൈവേ വികസനത്തിൽ ഒരിക്കൽ കേന്ദ്ര ഗവൺമെൻറ് മന്ത്രി വന്ന് കഴക്കൂട്ടം ഫ്ലൈ ഓവറിൻ്റെ വിസിറ്റ് ചെയ്തപ്പോൾ എന്തോ ബഹളം ഉണ്ടാക്കിയത്. എത്ര കേന്ദ്രമന്ത്രി ഹൈവേ പദ്ധതികൾ മുഖ്യമന്ത്രിയുടെയും മരുമകൻ്റെയും പടം മാത്രം വെച്ച് അടിക്കുന്നുണ്ടല്ലോ. അന്നൊന്നും ഈ നാണക്കേടും മാനക്കേടും ഇല്ലേ? ഇപ്പോൾ തന്നെ ഇപ്പോൾ ഹൈവേ വികസനത്തിന് വേണ്ടി 3 ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തത്. ഇപ്പോൾ ഒരു തീരുമാനത്തിൽ കഴിഞ്ഞ ദിവസം എത്തിയിട്ടുണ്ട്, ഞങ്ങൾ പൈസ 25% ചോദിച്ചിട്ട് കൊടുക്കില്ല. ഇപ്പം ഞങ്ങളൊരു കാര്യം ചെയ്യാം, GST അത് കേന്ദ്രം പറഞ്ഞതാണ്. സംസ്ഥാനത്തിൻ്റെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. ഇതിൻ്റെ പേരിൽ സംസ്ഥാനത്തിൻ്റെ റോഡ് വികസനം തടസ്സപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് കേന്ദ്രമന്ത്രി പറഞ്ഞ ഒരു നിർദ്ദേശം പറഞ്ഞത്. നിങ്ങൾ ഇവിടുന്ന് സ്റ്റേറ്റിൻ്റെ GST ഈടാക്കുന്നതിലെങ്കിലും ഒന്ന് ഇളവ് ചെയ്ത് കൊടുക്കണം, ഇതിൻ്റെ മെറ്റീരിയൽസ് വാങ്ങുന്നതിന്. അതിപ്പോൾ ഏകദേശം ധാരണ ആയിട്ടുണ്ടാണ്. ഒരു രീതിയിലും കേന്ദ്രത്തോട് അവഗണന കാണിക്കാതെ ഈ രീതിയിൽ കേന്ദ്ര സഹായിക്കുന്നുണ്ട്. കഴിഞ്ഞ എറണാകുളം നടന്ന ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിൽ കേന്ദ്ര ഗവൺമെൻറ് 3 ലക്ഷം കോടിയാണ് കൊടുത്തിട്ടുള്ളത്. ഈ മരുമകൻ മനസ്സിലാക്കാനുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിൽ വികസനം വന്നത് എന്നുമല്ല, പിണറായി വിജയൻ വന്നതുകൊണ്ടല്ല. 2014 NDA ഗവൺമെൻറ്, നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് റോഡ് വികസനം അനങ്ങിയത്. ഇദ്ദേഹം മന്ത്രിയാവുന്നതിന് മുന്നേ ആണ് ഈ ബൈപ്പാസിൻ്റെ 42 കിലോമീറ്റർ 1978 തോന്നുന്നു ഉദ്ഘാടനം ചെയ്ത, തറക്കല്ലിട്ട, വർക്ക് ഉദ്ഘാടനം ചെയ്ത ഇതിന് ജീവൻ വെച്ചത്. 2014 നിതിൻ ഗഡ്കരി മന്ത്രിയായിട്ട് വന്നതിന് ശേഷമാണ്, ഈ റോഡിൻ്റെ മന്ത്രിയായിട്ട് വന്നതിന് ശേഷമാണ് ഈ പ്രവർത്തനത്തിന് ജീവൻ വെച്ചത്. അന്ന് സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന V മുരളീധരൻ നമ്മുടെ കഴക്കൂട്ടത്ത് നടന്ന പരിപാടിയിൽ വേദിയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ബഹളം ഉണ്ടാക്കിയല്ലോ. അന്നും ഇതേപോലെ ബഹളം ഉണ്ടാക്കി. V മുരളീധരൻ വേദിയിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ നിതിൻ ഗഡ്കരി. അതിനുശേഷമാണ് ഈ റോഡ് 42 കിലോമീറ്റർ ഇപ്പോൾ വിഴിഞ്ഞത്തേക്കുള്ള എല്ലാ സൗകര്യവും, അതിൻ്റെ അടിസ്ഥാന സൗകര്യത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഈ ഹൈവേയുടെ ബൈപ്പാസിൻ്റെ വികസനം വന്നത് അതിനുശേഷമാണ്. നമ്മുടെ ഫ്ലൈ ഓവർ അതുപോലെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇന്ന് ഏകദേശം പൂർത്തീകരണത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് ഈ NDA ഗവൺമെൻറ് വന്നതിന് ശേഷമാണ്. കൊല്ലം ബൈപ്പാസ് ഏകദേശം 80-ൽ തുടങ്ങിയതാണ്. അതിനുശേഷം എത്രയോ UDF LDF ഗവൺമെൻറ്റുകൾ വന്നു. എന്തേ നടക്കാതിരുന്നത്? ആലപ്പുഴ ബൈപ്പാസ് ഏകദേശം ഇതേ കാലഘട്ടത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം NDA ഗവൺമെൻറ് വന്നതുകൊണ്ട് കേരളത്തിനോട് യാതൊരു അവഗണനയും കാണിക്കാതെ വളരെ ശക്തമായ രീതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റിനോടൊപ്പം ഒരു കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്നുള്ളതിൽ ശക്തമായ കേന്ദ്രവും പരസ്പര സഹകരണത്തിൽ കൂടി മാത്രമേ വികസനം കൊണ്ടുപോകാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള ഇടപെടലാണ്. അതിന് സ്റ്റേറ്റും ഇടപെടുന്നുണ്ട്, സെൻട്രലും ഇടപെടുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങളാണ് എന്നുള്ള രീതിയിൽ, ഞങ്ങൾക്കാണ് അവകാശം എന്നുള്ള നിലയിൽ പറയണം. പിന്നെ വേദിയിൽ ചന്ദ്രശേഖർ ഇരുന്നത് മുൻ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ, പ്രധാനമന്ത്രിയുടെ താല്പര്യം ഒരു ഗസ്റ്റ് എന്നുള്ള നിലയിൽ തന്നെയാണ് അവിടെ ഇരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ബ്രിട്ടാസ് അവിടെ വന്നത് എങ്ങനെയാ
റഹീം വന്നത്? ഇവരെല്ലാം കേരളത്തിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റിലെ ഏറ്റവും വലിയ പാർലമെൻ്ററിയൻ എന്നുള്ള അടിസ്ഥാനത്തിലാണോ? കേരള ഗവൺമെൻറ് നിർദ്ദേശിച്ചു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സജഷൻ വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് വെച്ചു. എം.വി. ഗോവിന്ദനെയും റിയാസിനെയും വെക്കണമെങ്കിൽ നിങ്ങൾക്ക് വയ്ക്കാമായിരുന്നു. അങ്ങോട്ട് ഒരു സജഷൻ കേന്ദ്ര ഗവൺമെൻറ് ഓഫീസിൽ കൊടുക്കാതെ അപ്പോൾ അവിടെ ഇരിക്കണ്ട എന്ന് തീരുമാനിച്ച സംസ്ഥാന ഗവൺമെൻറ്. രാജീവ് ചന്ദ്രശേഖർ ഈ വേദിയിൽ ഇരുന്നത്, അതായത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള രീതിയിലല്ല, മുൻ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിലാണോ അദ്ദേഹത്തെ പരിഗണിച്ചത്? അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അയോഗ്യതയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ്, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്. കേന്ദ്ര പ്രധാനമന്ത്രി വന്ന പരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ ഗസ്റ്റായി BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം അതോടൊപ്പം തന്നെ മുൻ കേന്ദ്രമന്ത്രിയാണ്. ഇന്ത്യയിൽ കണ്ടിട്ടുള്ള നല്ല IT മന്ത്രിമാരിൽ ഒരാളാണ്, നല്ലൊരു ഓൺട്രപ്രണറാണ്. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്ത് തന്നെ പ്രധാനമന്ത്രിയുടെ ഗസ്റ്റ് എന്നുള്ള നിലയിൽ തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. അത് നിഷേധിക്കാൻ ഇവർക്ക് എന്താ അവകാശം? അല്ലാതെ BJP സംസ്ഥാന പ്രസിഡന്റ് അല്ല എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം അതുകൂടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. അതുകൂടാതെ ഈ രണ്ട് വിഭാഗവും, കേന്ദ്രവും സംസ്ഥാനവും, മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയെ ഈ ഒരു നിമിഷത്തിൽ മറന്നുപോയി, സുപ്രധാനമായ ഒരു വേളയിൽ. ആരും മറന്നില്ല. അത് ഉമ്മൻചാണ്ടി മാത്രമൊന്നുമല്ല, ഇതിനകത്ത് എത്രയോ കാലമായിട്ട് ഇത് തുടങ്ങി. അതിൻ്റെ ചരിത്രം നമ്മൾ പറയാൻ പോയാൽ കുറേ കാലം മുമ്പ് വെറും 800 കോടി രൂപ BGF പകുതി സംസ്ഥാനവും പകുതി സെൻട്രലും കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഇവിടെ ക്ലിയറൻസ് നിഷേധിച്ചത്? ഏത് ഗവൺമെൻറ്റായിരുന്നു ക്ലിയറൻസ് നിഷേധിച്ചത്? ആദ്യം വെൽപ്സൺ എന്ന് പറഞ്ഞൊരു കമ്പനി ഏറ്റെടുത്തപ്പോൾ അന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 20 വർഷം മുമ്പേ ഇത് തുടങ്ങിയത്. അന്ന് വെൽപ്സൺ എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് ഇതെല്ലാം കൊടുത്തിട്ട് അവർ പറഞ്ഞു, ഞങ്ങളിത് ബിൽറ്റ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് പ്രോഫിറ്റിലേക്ക് എത്തുന്നത് വരെ ഞങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം, ഈ ഓപ്പറേഷൻ നഷ്ടം നികത്താൻ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറായാൽ ഞങ്ങളിത് തുടങ്ങാമെന്ന് പറഞ്ഞപ്പോൾ അന്ന് ആ ഫയൽ മുടക്കിയതാരാ? ഇതൊക്കെ ഉണ്ട് ചരിത്രം. ഇതിൽ ചരിത്രം എങ്കിൽ 20 വർഷം മുമ്പ് ഇത് തുടങ്ങിയേനെ. 20 വർഷം മുമ്പ് ഇത് തുടങ്ങിയേനെ. അന്ന് ഈ പദ്ധതികൾ നടപ്പിലാക്കാൻ ഒരു ശ്രമം നടത്തി. ഇത് ശക്തമായൊരു നിലപാട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് മുന്നിട്ട് വന്നപ്പോൾ ഇത് നടന്നു എന്നുള്ളത് മാത്രമല്ല. ഈ കരാറിന് തന്നെ എതിരായിട്ട് ഈ റിയൽ എസ്റ്റേറ്റാണ്, കടൽ കൊള്ള എന്നൊക്കെ പറഞ്ഞത് ആരാണ്? ക്ലിയറൻസ് നിഷേധിച്ചത് മറ്റേ ഈ ഒരു കമ്പനി 1ാം നമ്പർ വന്നപ്പോൾ ഇവർക്ക് ചൈനീസ് ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് ഇതിന് ക്ലിയറൻസ് രാജ്യരക്ഷയ്ക്ക് ഭീഷണിയാണെന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ ക്ലിയറൻസ് നിഷേധിച്ചത് ഏത് ഗവൺമെൻറ്റാണ്? അന്നും ഈ ഉമ്മൻചാണ്ടിയും ആൻ്റണിയും എല്ലാവരും ഉണ്ടല്ലോ. ഞാൻ ആരെയും വ്യക്തിപരമായി പറയല്ല. ഇപ്പോൾ അവിടെ പറയുന്നത് ഒരു മണിക്കൂർ പ്രോഗ്രാം അദ്ദേഹത്തിന് നാടിൻ്റെ വികസനത്തെക്കുറിച്ച് പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞു. അത് വേണം എന്നുള്ളതെങ്കിൽ സംസ്ഥാന മുഖ്യമന്ത്രി എന്നുള്ളതിൻ്റെ മുൻ മുഖ്യമന്ത്രി എന്നുള്ളതിൽ പറയേണ്ടത് ഇവിടെ സംസ്ഥാന ഗവൺമെൻറ്റാണ്. സംസ്ഥാന ഗവൺമെൻറ്റിന് അതിന് ഒരു ചുമതല താല്പര്യമുണ്ടെങ്കിൽ പറയാം. അതിലല്ല ആരും അവഗണിച്ചു എന്നുള്ളതല്ല. പിന്നെ എല്ലാവരും നമ്മൾ ഈ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഭരണക്രമം എന്ന് പറയുന്ന ഒരു തുടർച്ചയാണ്. അല്ല ഏകാധിപതിയാണ് പറയണമെങ്കിൽ മറ്റേ ആൾ മരിച്ചു പോയി കഴിയുമ്പോൾ പിന്നെ വരുന്ന ആളുടെ പോളിസികൾ വരും. എല്ലാം ഒരു ഗവൺമെൻറ്റിൻ്റെ ജനാധിപത്യ പ്രക്രിയയിൽ ഒരു തുടർച്ചയാണ്. ആ തുടർച്ച എന്നുള്ളതിൽ എല്ലാ ഗവൺമെൻറ്റുകളുടെയും പ്രവർത്തനമുണ്ട്. അവസാനം ഓടുന്ന ഇപ്പോൾ റിലേ പോലെയാണ്. അവസാനം ഓടുന്ന ആളിന് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും അതിൻ്റെ ഒരു ഉത്തരവാദിത്തമുണ്ട്. അതിൽ കുറഞ്ഞും ഏറിയും കുറവും ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അത് അംഗീകരിച്ച് തന്നെയാണ് പോകുന്നത് എല്ലാവരും.